പത്തനംതിട്ട ഇലന്തൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിട നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു. വർഷം 3 കഴിഞ്ഞിട്ടും കെട്ടിടത്തിന് അടിത്തറ പോലുമായില്ല. ആശുപത്രിയിലേക്കുള്ള വഴി കാടുപിടിച്ച് കാട്ടുപന്നിയുടെയും ഇഴജന്തുക്കളുടെയും കേന്ദ്രമായി. പലവിധ രോഗങ്ങളുമായി ആശുപത്രിയിലെത്തുന്ന രോഗികൾ തിരികെ പോകുമ്പോൾ മറ്റു പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ട അവസ്ഥയിലാണ്. എത്രയും വേഗം പുതിയ ആശുപത്രി കെട്ടിടം പൂർത്തിയാക്കി രോഗികൾക്ക് ആശ്വാസം നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇലന്തൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രം നല്ല ഡോക്ടർമാരുണ്ട്, രോഗികൾക്ക് നല്ല പരിചരണം ലഭിക്കുന്നുമുണ്ട്. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ അങ്ങേയറ്റം മോശമാണ് ആശുപത്രിയിലെ സാഹചര്യം. നേരത്തെ ഉണ്ടായിരുന്ന പഴയ കെട്ടിടം പൊളിച്ചിട്ട് പുതിയ കെട്ടിടത്തിന് വേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല. താൽക്കാലികമായി മറ്റൊരു ഷെഡിലാണ് രോഗി പരിചരണം. അതോടൊപ്പം ഈ കാണുന്ന 180-ലേറെയുള്ള പടികൾ, ഈ പടികൾ കയറി വേണം രോഗികൾ ആശുപത്രിയിലേക്ക് എത്താൻ. 2 വശത്തും കാട് കയറി ഇഴജന്തുക്കളുടെ സ്വൈര്യവിഹാര കേന്ദ്രമായി ഈ പ്രദേശം മാറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദയനീയമാണ്. അപ്പോൾ കയറി വരുന്ന ഭാഗങ്ങളൊക്കെ കാട് മൂടി കിടക്കുന്ന രീതിയിലാണ് ഇപ്പം നിലവിലുള്ളത്. ഇപ്പം വളരെ പ്രയാസപ്പെട്ട പടികളൊക്കെ ശരിയാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കൈവരി കൊണ്ട് എങ്ങനെ പറഞ്ഞാലും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. രോഗികൾ സാധാരണക്കാരായ രോഗികളാണ് വരുന്നത്. പ്രായമായവരാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ വരുന്നത്. അവർ ഈ പടി കയറി ഒരു അസുഖത്തിന് വേണ്ടി ഇവിടെ വരുമ്പം മറ്റൊരു അസുഖവുമായിട്ടാണ് അവർ തിരിച്ച് പോകേണ്ട ഒരു അവസ്ഥ വരുന്നത്. തിരിച്ച് ഇവിടെ റോഡ് ഉണ്ട്, ആ റോഡ് തന്നെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നൊരവസ്ഥയാണ്. പ്രായമുള്ളവർ 80, 70, 90 വയസ്സുള്ളവർ വന്നു കഴിഞ്ഞാൽ ഇവിടെ കയറി കണ്ട് സ്റ്റെപ്പ് കയറി കണ്ടിട്ട് മടങ്ങി പോകാൻ വളരെ ബുദ്ധിമുട്ടായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ ഈ ഹോസ്പിറ്റലിലൊക്കെ വരുന്ന പേഷ്യൻറ്റുകൾ മടങ്ങി പോകുന്നത്. ിലധികം പടികൾ ഇവിടെയുണ്ട്. അതിന്റെ പകുതി പോലും ഞാനിപ്പോൾ നടന്നു കയറിയില്ല. എന്നിട്ടും ചില ബുദ്ധിമുട്ടുകൾ ഞാൻ നേരിടുന്നുണ്ട്. ആശുപത്രിയിലേക്ക് വരുന്ന രോഗികൾ പലവിധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടാണ് അവർ ഡോക്ടറെ കാണാൻ വേണ്ടി വരുന്നത്. ഈ പടി കയറി ആശുപത്രിയിലെത്തി ഡോക്ടറെ കാണുമ്പോൾ അവർക്ക് മറ്റ് പലതരത്തിലുള്ള പ്രയാസങ്ങൾ കൂടി അനുഭവിക്കേണ്ടി വരും. പരിസരം എപ്പോഴും നീറ്റായിട്ടിരിക്കണം. നടന്നു വരുന്നവർക്കാണെങ്കിലും വണ്ടിക്ക് വരുന്നവർക്കാണെങ്കിലും അത് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. 2 സൈഡിലുമായിട്ടും ഭയങ്കര കാടാണ്, പന്നിയുണ്ട്, പാമ്പുണ്ട്. എനിക്കും ബുദ്ധിമുട്ടാണ്. കയറുമ്പോൾ നമ്മൾ കിതയ്ക്കുവാ പകുതി വരെയും വരുമ്പോൾ. അതൊന്ന് നിരപ്പാക്കി നമുക്കൊന്ന് ഇതായിട്ട് തന്നാലും പ്രായമുള്ളവർ പിടിച്ചാ കമ്പിയിൽ വരുന്നത്. ശ്വാസം മുട്ടലൊക്കെ ഉള്ള ആളാണ്. പക്ഷെ ഒത്തിരി നാൾ കൊണ്ട് ഇങ്ങനെ കിടക്കുവാണ് ഈ വർക്കേ. അപ്പോൾ എത്രയും പെട്ടെന്ന് വർക്ക് തീർത്ത് ഒരു നല്ല രീതിയിൽ പോയാൽ നല്ലതായിരുന്നു. പ്രധാന റോഡിൽ നിന്ന് ആശുപത്രിയിലേക്ക് എത്താൻ ഏതാണ്ട് 2 കിലോമീറ്റർ ദൂരമുണ്ട്. പടിക്കെട്ടിന് സമാന്തരമായി മറ്റൊരു ചെറിയ റോഡും ഇവിടെയുണ്ട്. പക്ഷേ സാധാരണക്കാരൻ ഈ റോഡിനെ ആശ്രയിച്ച് ഇവിടേക്ക് വരണമെങ്കിൽ ഒരു ഓട്ടോ പിടിക്കണം. അതിന് 50 രൂപ മുടക്കുകയും ചെയ്യണം. ആശുപത്രിയിലെത്തി 10 രൂപ ഒപ്പിച്ചിട്ട് കൊടുക്കാൻ കഴിയാത്ത ആളുകൾ ഇന്നും നമുക്ക് ചുറ്റിലുമുണ്ട്. ആരോഗ്യരംഗത്തെ കുറവുകൾ ചൂണ്ടിക്കാട്ടുന്നതാണ്, ആരോഗ്യവകുപ്പിനെ കുറ്റപ്പെടുത്തുന്നതല്ല. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിൽ ഇനിയും കാലതാമസമുണ്ടായിക്കൂടാ. ശ്രീലാലിനൊപ്പം ഷിജോ കുര്യൻ, 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.